ഒരു നൂല് പോലെ നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച. നിങ്ങൾ നോക്കിയേ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ വെച്ചിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ആദ്യം മിക്സറിലേക്ക് കൊടുത്തിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം. ഗ്രാമിനനുസരിച്ചിട്ട് പിന്നെ അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. നമസ്കാരം. ഇന്ന് ROVER ഉള്ളത് തിരുവനന്തപുരത്ത് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസി ഡിഷ് വാഷ് ബാർ. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഇത്രയും വലിയ ഡിഷ് വാഷ് ബാറിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കുകൾ അല്ലേ. സാധാരണ നമ്മുടെ ഡിഷ് വാഷ് ബാറുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാണ്. എന്നാൽ കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യം എന്ന് നമുക്ക് പറയേണ്ടി വരും, ഒരു സ്റ്റീൽ കണ്ടെയ്നറിലെ ഡിഷ് വാഷ് ബാർ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസി ഡിഷ് വാഷ് ബാർ കേട്ടോ. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, എങ്ങനെ ഇത് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഈസി ഡിഷ് വാഷ് ബാറിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അതിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന മറ്റുള്ള ഡിഷ് വാഷ് ബാറുകളിലേക്ക് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൽ എടുത്തു പറയുന്നത് ഒന്നുകിൽ ലൈമ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ലൈമും അതേപോലെ തന്നെ ജിഞ്ചറും വരും. ഈസി ഡിഷ് വാഷ് ബാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് കൂടാതെ നീമും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ലൈമും ജിഞ്ചറും കൂടാതെ നീം എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൂപ്പർ ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഓരോ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പ്രൊഡക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ആദ്യം മിക്സറിലേക്ക് കൊടുത്തിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം. പല ഇൻഗ്രീഡിയൻസും വരുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സറിലേക്ക് കൊടുത്തതിന് ശേഷം അതിൽ മിക്സ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കറക്റ്റ് മിക്സിംഗ് ഒക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു മെഷീനിലേക്ക് ഇതിനെ മാറ്റാനുണ്ട്. ഇതാണ് ബ്ലാഡർ മെഷീൻ. ബ്ലാഡർ മെഷീൻ്റെ ടോപ്പിലേക്കാണ് ഈ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരു ട്രേയിലേക്ക് ഒരു ഭാഗത്തേക്ക് അതിനെ തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇത് കറക്റ്റ് ഒന്നുകൂടി മിക്സ് ആവാനുണ്ട്. നമ്മൾ ആദ്യം കൊടുത്ത മിക്സിംഗ് അല്ല, അതിനുശേഷം ഒന്നുകൂടി ഇതിന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തട്ടിയിട്ടുകൊണ്ട് ഈ ട്രേയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു അച്ച് വഴിയാണ് ഇത് കടന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഒരു നൂല് പോലെ നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച. നിങ്ങൾ നോക്കിയേ, വളരെ ഭംഗിയായിട്ടാണ് അത് അതിനുശേഷം പുറത്തേക്ക് വരുന്നത്. അതൊരു നൂല് പോലെ വന്നിട്ട് ഒരു അടുത്തൊരു ട്രേയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒന്നിൽ കൂടി ഒരു ഭാഗത്തുകൂടി കടന്നു പോയാൽ മാത്രമേ നമ്മൾ ബാറായിട്ട് അത് രൂപാന്തരപ്പെട്ട് മാറുന്നുള്ളൂ. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ നൂല് പോലെ വന്ന് ഒരു പാർട്ടിലേക്ക് വന്ന് വീണതിന് ശേഷം അവിടുന്ന് പിന്നെയും നല്ല പ്രഷർ കൊടുത്തിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പൈപ്പാണ് സൈഡിലും മുകളിലാക്കിയിട്ട് നമ്മൾ കാണുന്നത്. ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളവും കൂടി അതിൽ കൊടുത്തതിന് ശേഷം അടുത്തൊരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഡിഷ് വാഷ് ബാർ കേട്ടോ. ഈ ഡിഷ് വാഷ് ബാർ വലിയൊരു ബാറായിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് എത്രയാണോ നമുക്ക് ആ ഒരു ഗ്രാം ആവശ്യമുള്ളത്, പല ഗ്രാമിലാണല്ലോ നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്, ആ ഗ്രാമിനനുസരിച്ചിട്ട് പിന്നെ അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ബാർ വലിയ നീളത്തിൽ വന്ന ബാറിനെ കട്ട് ചെയ്ത് അടുത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ആ മാറ്റി വെച്ചതിന് ശേഷം അവിടെ നിന്ന് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഗ്രാമിനനുസരിച്ചിട്ട് അത് മാനുവലായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനുവലായിട്ട് വളരെ ഫാസ്റ്റായിട്ട്, നമ്മൾ മെഷീൻ ചെയ്തതിനേക്കാളും ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ നിന്ന് അത് മാനുവലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സീല് കൂടി കൊടുക്കാനുണ്ട്. ആ സീല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ പ്രധാനപ്പെട്ട വലിയൊരു കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. എക്കോ ഫ്രണ്ട്ലി, നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സാധാരണ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പ് പൊടി എല്ലാം നമ്മൾ വീട്ടിലേക്ക് വരുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ്. ഇവിടെയാണ് ശരിക്കും വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈസി ഡിഷ് വാഷ് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഒരു ലെവലിലേക്കുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, സ്റ്റീലിൻ്റെ അടിപൊളി പാത്രം, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ പാത്രം തന്നെയാണ് ഇവരോട് യൂസ് ചെയ്യുന്നത്. അതിനൂടെ സ്ക്രബ്ബറൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമുക്കത് എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ അടങ്ങിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു റേറ്റിന് തന്നെയാണ് ഇവർ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റീൽ പാത്രത്തിന് തന്നെ ശരിക്കും വലിയ റേറ്റ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സോപ്പ് ഫ്രീ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾ നോക്കും, 7 കിലോ വരുന്ന സോപ്പ് പൊടിയുടെ കണ്ടെയ്നറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു വലിയൊരു കണ്ടെയ്നറിൻ്റെ റേറ്റ് വരുന്നത് വെറും 599 രൂപയേ ഉള്ളൂ. അത്രയും ഈ ഒരു പാത്രത്തിൻ്റെ റേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര റേറ്റ് ഉണ്ടാവും ഈ ഒരു പാത്രം. ഇത്രയും വലിയൊരു സ്റ്റീൽ കണ്ടെയ്നറിന് അത്രയും വലിയൊരു വിപ്ലവം തന്നെയാണ് ശരിക്കും കേരളത്തിന് പുറത്തുമായിട്ട് ഈ ഒരു കമ്പനി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക്, ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ള ആളുകൾക്കും നല്ല രീതിയിൽ പ്രൊമോട്ട്
പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വലിയ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ പറയുന്ന ഈസി ഡിഷ് വാഷിൻ്റെ ഈ ഒരു കണ്ടെത്തലുകളും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഈ കമ്പനിയുടെ ഓണറോട് തന്നെ ചോദിക്കാം എന്തൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. നേരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. ഈസി ഡിഷ് വാഷ് ബാർ കമ്പനി MD ആയിട്ടുള്ള ശൈലേന്ദ്രകുമാർ സാറിന് മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, എന്തൊക്കെയാണ് കമ്പനിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വരട്ടെ. ഞാൻ ഏത് കമ്പനി പോയി ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് കമ്പനിയുടെ വിശേഷം. പക്ഷെ എനിക്ക് ഇവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിന് പകരം യൂസ് ചെയ്യുന്നത് സ്റ്റീലാണ്. ശരിക്കും ഇതിന്റെ റേറ്റ് എങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ലോജിക്കാണ്. ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കണ്ടെയ്നറിൽ ഈ ഡിഷ് വാഷ് ബാർ അടക്കം 40 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ശരിക്കും കണ്ടെയ്നറിന്റെ വില മാത്രമേ ആകുന്നുള്ളൂ. സോപ്പ് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ സാധനം 40 രൂപയ്ക്ക്. രണ്ടാമത്തെ കണ്ടെയ്നർ വന്നിട്ട് 49 രൂപയാണ്, 450 ഗ്രാം. ഓക്കെ. മൂന്നാമത്തെ കണ്ടെയ്നർ വന്നിട്ട് 1/2 കിലോയുടെയാണ്, അത് 60 രൂപയാണ് MRP. ഈ ആ ഒരു കണ്ടെയ്നറിന് എത്ര റേറ്റ് ഉണ്ടാവും? റേറ്റ് കണ്ടെയ്നറിന് മാത്രമായിട്ട്? കണ്ടെയ്നറിന് മാത്രം ലോക്കൽ വിപണിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 60 രൂപ ലോക്കൽ വിപണിയിൽ ഇതിന്. ആ ഒരു സ്റ്റീൽ കണ്ടെയ്നർ മാത്രം 60 രൂപ വിലയുണ്ട്. അതിന്റെ സോപ്പ് നിങ്ങൾ കൊടുക്കുന്നത്? സോപ്പ് നമ്മൾ ടോട്ടൽ കൊടുക്കുന്നത് 60 രൂപ. 60 രൂപ കൊടുക്കുന്നത്. അപ്പൊ സോപ്പ് ശരിക്കും ഫ്രീ ആണ്. അടിപൊളി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷിംഗ് പൗഡർ കൊടുക്കുന്നുണ്ട് 160 രൂപ. ഈ 160 രൂപയുടെ സ്റ്റീൽ കണ്ടെയ്നറിൽ തന്നെയാണ് ഞങ്ങൾ വാഷിംഗ് പൗഡർ കൊടുക്കുന്നത്. നമ്മൾ വലിയൊരു ലഞ്ച് ബോക്സ് പോലത്തെ വലിയ ലഞ്ച് ബോക്സ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഏത് ആവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് 7 കിലോയുടെ വാഷിംഗ് പൗഡറാണ്. വലിയൊരു കണ്ടെയ്നർ. ഓക്കെ, 7 കിലോയുടെ പൗഡർ അതിലുണ്ട്. ഓക്കെ, അതിന് എത്ര വില വരും ശരിക്കും മാർക്കറ്റിൽ? 599 രൂപയാണ് മാർക്കറ്റില് നിങ്ങളുടെ റേറ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റ് മൊത്തത്തിലുള്ള റേറ്റ്. ആ ഒരു സ്റ്റീൽ കണ്ടെയ്നറിന് മാത്രത്തെ റേറ്റ് കണ്ടെയ്നറിന് മാത്രം ഇന്നിപ്പോ മാർക്കറ്റിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1170 രൂപ. തിരുവനന്തപുരത്ത് ഹോൾസെയിൽ ഡീലർ എടുത്ത് നമ്മൾ വില ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ സ്റ്റീൽ കണ്ടെയ്നറിന് മാത്രം 1170 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ചെറിയ റേറ്റിന് കൊടുക്കാം ഒരു കണ്ടെയ്നർ ഒക്കെ വാങ്ങിച്ചിട്ട്? ഞങ്ങൾ ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് വാങ്ങുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ചെറിയ പൈസ ഒക്കെ എടുത്തിട്ട് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ആശയം ശരിക്കും വരാനുള്ള കാരണം എന്താണ്? പ്രകൃതിയിൽ നിന്നും പ്ലാസ്റ്റിക്കുകളെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി ഞങ്ങൾ ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തു. ആ ആശയത്തിൽ നിന്നും ഞങ്ങൾക്ക് രൂപം കൊണ്ടാണ് ഡിഷ് വാഷ് ബാർ നമുക്ക് സ്റ്റീൽ കണ്ടെയ്നറിൽ കൊടുക്കാം. കാരണം ഒരു ദിവസത്തിൽ 1 ലക്ഷം കണ്ടെയ്നറാണ് ഇന്ന് ഡിഷ് വാഷ് ബാറായിട്ട് ഇന്ന് ഇന്ത്യയിൽ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 1 ലക്ഷം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഇനിയുള്ള കാലങ്ങളിൽ സ്റ്റീൽ കണ്ടെയ്നറായിട്ട് മാറും. അതിന് ഒരു തുടക്കം ഞങ്ങൾ കുറിച്ചിട്ടുണ്ട്. നമ്മുടെ പുറകെ മറ്റു കമ്പനികൾ വരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം സ്റ്റീൽ കണ്ടെയ്നർ ആകുമ്പോൾ അത് റീയൂസബിൾ ആണ്. വീട്ടമ്മമാർക്ക് ഇതിൻ്റെ സോപ്പ് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അവർക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് തുടങ്ങിയ സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്നതിന്, മുതിർന്നവർക്ക് ആഹാരം കൊണ്ടുപോകുന്നതിനൊക്കെ ഉപയോഗിക്കാം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത്തരത്തിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ശരിക്കും എത്രത്തോളം ഉണ്ട്? പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഞങ്ങൾ LNG സൂപ്പർ പവർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഫോർമുല നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. LNG എന്ന് പറയുമ്പോൾ ലൈം, നീം, ജിഞ്ചർ 3 കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളതാണ്. വിപണിയിൽ ലൈമും പിന്നെ ജിഞ്ചറും അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്, എന്നാൽ നീം അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഇല്ല. ആ പ്രോഡക്റ്റ് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. ഇത് വിപണിയിൽ LNG സൂപ്പർ പവർ എന്ന് അറിയപ്പെടും. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടെയ്നറിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടെയ്നർ വീട്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കണ്ടെയ്നർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ട്രേഡ് മാർക്ക് ഉണ്ടാവും. ആ ട്രേഡ് മാർക്കുള്ള 5 ബോക്സ് തിരികെ തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഡിഷ് വാഷ് ബാർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അയ്യോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. 5 ബോക്സ് അവർ തിരികെ തന്നാൽ അത് ബോക്സ് അല്പം ഡാമേജ് വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ ട്രേഡ് മാർക്ക് ഉണ്ടായിരുന്നാൽ ഞങ്ങൾ 5 എണ്ണം തിരികെ എടുത്തിട്ട് ഞങ്ങൾ പകരം ഒരു ഡിഷ് വാഷ് ബാർ അവർക്ക് ഫ്രീ ആണ്. അതെന്താണ് സംഭവം? കലക്കി, അടിപൊളി. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് എവിടെയൊക്കെ ഇപ്പൊ കമ്പനി മാർക്കറ്റിൽ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ്? മാർക്കറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 മാസമായിട്ടുള്ളൂ. ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഇത്രയും സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ളൂ. ബാക്കി കണ്ണൂരുണ്ട്. പിന്നെ കണ്ണൂർ ഏജൻസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏജൻസി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏജൻസിക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നാൽ ഞങ്ങൾ ഏജൻസി കൊടുക്കാൻ തയ്യാറാണ്. ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറാണ്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഈ ഒരു കണ്ടെയ്നർ സിസ്റ്റം ശരിക്കും നമ്മൾ കേരളത്തിൽ ഇതേപോലെ വേറെ ആരും ചെയ്യുന്നുണ്ടോ?
കേരളത്തിലെന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും തന്നെ സ്റ്റീൽ കണ്ടെയ്നറിൽ ഡിഷ് വാഷ് ബാർ കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് കൊടുക്കാൻ സാധിച്ചിട്ടുള്ള AVS ഗ്രൂപ്പിൻ്റെ ഈസി ഡിഷ് വാഷ് ബാറാണ്. അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഫസ്റ്റാണ്, ഇന്ത്യ ഫസ്റ്റ് ഡിഷ് വാഷ് ബാറാണ് AVS ഗ്രൂപ്പ് ഇറങ്ങിയിരിക്കുന്ന ഈസി ഡിഷ് വാഷ് ബാർ. അത് ഇന്ത്യയിലെന്നല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, വേൾഡിൽ നമ്പർ 1 ആണ്. കാരണം വേൾഡിൽ പോലും സ്റ്റീൽ കണ്ടെയ്നറിൽ ഡിഷ് വാഷ് ബാർ ആരും കൊടുക്കുന്നില്ല. അത് വേൾഡ് ലെവലിൽ ഞങ്ങൾ ഫസ്റ്റാണ്. അത്രയും നമ്മൾ എന്താ പറയുക, ഒരു നൂതനമായിട്ടുള്ള ഒരു വലിയൊരു ടെക്നോളജി, വലിയൊരു സിസ്റ്റം തന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും വലിയ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഈസി ഡിഷ് വാഷ് ബാറിന്റെ വിശേഷങ്ങൾ കേട്ടോ. വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രമല്ല, നമുക്ക് പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റീൽ കണ്ടെയ്നറിൽ, ഈ ഒരു സ്റ്റീൽ കണ്ടെയ്നർ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഈ സ്റ്റീൽ കണ്ടെയ്നർ നമുക്ക് റീയൂസും ചെയ്യാം, മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ആ രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്റ്റീൽ കണ്ടെയ്നർ ചെയ്തു വെച്ചിരിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.